எடுக்கிறோம், வயக்காட்டு நெல் பெய்து களை எடுக்கிறோம். തമിഴ്നാടൻ ഗ്രാമഭംഗി ഏറ്റവും അധികം കാണാൻ സാധിക്കുന്ന ഒരു ഗ്രാമമാണ് ഷീലേംപെട്ടി. ഈ ഗ്രാമത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളിൽ ആദ്യത്തേത് ഈ കാണുന്ന പശ്ചിമഘട്ട മലനിരകളാണ്. 3 ചുറ്റിനും പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമം. അതിന് നടുവിലായി ഏക്കർ കണക്കിന് പാടശേഖരം. ഷീലേംപെട്ടി ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും അധികം പൂക്കൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഓണക്കാലമായി കഴിഞ്ഞാൽ ഓണം കളറാക്കാനായി കേരളത്തിലേക്ക് ദിവസേന ഇവിടെ നിന്ന് എത്തുന്നത് 5 മുതൽ 6 ടൺ വരെ പൂക്കളാണ്. இங்கே வந்து பூ விளைச்சல் ரொம்ப அதிகமானது. எல்லா வகையான பூக்களுமே எங்கள் ஊரில் வந்து இருக்குது. ஆனால் கூடுதலாக வந்து வாழையும் அதிகமாக போடுவாங்க இங்கே. ഷീലേംപെട്ടി ഗ്രാമത്തിനെ സമൃദ്ധിയിലാക്കുന്നത് ഈ കാണുന്ന വെള്ളമാണ്. ഇത് ഒഴുകിയെത്തുന്നത് കേരളത്തിൽ നിന്നാണ്. മുല്ലപ്പെരിയാറ്റിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലസമ്പത്താണ് ഈ കാണുന്നത്. வெங்காயம், பன்னீர் ரோஸு, சம்பங்கி பூ, நெல் எல்லா விவசாயமும் பார்க்குறாங்க. பார்த்து இங்கே வந்து கேரளாவுக்கு தான் அனுப்புகிறாங்க எல்லாமே. പൂക്കൾ, നെൽകൃഷി, പച്ചക്കറികൾ, തെങ്ങ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത കൃഷികളാണ് ഷീലേംപെട്ടിയിലുള്ളത്. മലയാളി മറന്നു തുടങ്ങിയിരിക്കുന്ന കൃഷികളാൽ സമ്പന്നമാണ് ഷീലേംപെട്ടി ഗ്രാമം. ഷീലേംപെട്ടിയിൽ നിന്നും പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.